ഹലോ, വെൽക്കം ടു anooptube. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയായിരുന്നു നമ്മുടെ ഗിറ്റ് ഇൻസ്റ്റാളേഷൻ, നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ എങ്ങനെയാണ് നമ്മൾ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് നമ്മൾ നോക്കിയത് അല്ലേ. അപ്പോൾ അതേ പഴയ സ്റ്റേജിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സിംപ്ലി നമ്മൾ ഇനി നോക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഗിറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലോൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ക്ലോൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടെസ്റ്റിംഗ് റിപ്പോസിറ്ററി ഞാൻ എൻ്റെ ഗിറ്റ് ഹബ് ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പോയി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു URL എടുത്തിട്ട് നമ്മളൊന്ന് ക്ലോൺ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള URL ഞാനൊന്ന് കോപ്പി ചെയ്യാണ്. അപ്പോൾ നമ്മൾ ക്ലോൺ ചെയ്യാനുള്ള നമുക്ക് എന്തായിരുന്നു അതിൻ്റെ പേര്, ഗിറ്റ് ക്ലോൺ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ റിപ്പോസിറ്ററിയുടെ പേര് നമ്മൾ എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതാണ് ഞാനിപ്പോൾ ക്ലോൺ ചെയ്യാൻ പോകുന്ന റിപ്പോസിറ്ററി. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ ഗിറ്റബ് റിപ്പോസിറ്ററിയിൽ ഗിറ്റബിൻ്റെ അക്കൗണ്ടിൽ നമ്മൾ ഉണ്ടാക്കിയൊരു റിപ്പോസിറ്ററിയാണ്, പുതിയത് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് റിപ്പോസിറ്ററി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലോൺ ചെയ്യണം കേട്ടോ. അത് അപ്പോൾ ജസ്റ്റ് ക്ലോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്കത് ക്ലോണിങ് ഇൻ ടു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ട് അല്ലേ. കണ്ടോ, അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടോ, റിസോൾവിങ് ഡെൽറ്റാസ് നമ്മുടെ എല്ലാം ഡണ്ണായി. അപ്പോൾ ജസ്റ്റ് നമ്മൾ LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. LS അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ഞാൻ പുതിയൊരു റിപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട്, അതായത് പുതിയൊരു ഗിറ്റ് റിപ്പോസിറ്ററി ഉണ്ടാക്കിയിട്ടുണ്ട് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് CD ടെസ്റ്റിംഗ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, LS അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ എന്തൊക്കെ ഫയൽസ് ആണുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ടെസ്റ്റ് A1 ടെസ്റ്റ് 1 എന്നൊക്കെ പറഞ്ഞ ഫയൽസൊക്കെ ഉണ്ട് അല്ലേ. ഞാനിതിൽ പറയാൻ പോകുന്നത് ഗിറ്റ് എങ്ങനെ വർക്ക് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ റിപ്പോസിറ്ററി ഓൾറെഡി ഉള്ള റിപ്പോസിറ്ററിയാണ്. ആ റിപ്പോസിറ്ററിയിലായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പുതിയൊരു ഫയൽ ആഡ് ചെയ്തിട്ട് നമ്മൾ പുഷ് ചെയ്യാൻ നോക്കുകയാണ്, നമ്മൾ ഗിറ്റ് റിപ്പോസിറ്ററിയിലോട്ട് പുഷ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. പുതിയ ഫയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി എൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞിട്ട് ടച്ച് എന്ന് പറഞ്ഞിട്ടൊരു വേർഡാണ്, കീവേഡാണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ടച്ച് പുതിയൊരു ഫയൽ ഉണ്ടാക്കുകയാണ്, test2.txt എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ഉണ്ടാക്കി. അപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് LS അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും test2.txt ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ test2.txt നമ്മൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിനൊന്ന് ഗിറ്റ് ആഡ് ചെയ്തിട്ട് കമ്മിറ്റ് ചെയ്യണം, അതിനുശേഷം പുഷ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യണം വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ, test2.txt എന്ന് പറഞ്ഞ സാധനം ഇതൊരു അൺട്രാക്ഡ് ഫയലായിട്ടാണ് കാണിക്കുന്നത്. അത് അൺട്രാക്ഡ് ഫയലായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഗിറ്റിൽ ആഡ് ചെയ്തിട്ടില്ല ഓൾറെഡി. അപ്പോൾ നമുക്ക് ഗിറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്ന കമാൻഡാണ് ഗിറ്റ്. അപ്പോൾ ഗിറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടിക്കുന്ന കമാൻഡാണ് ഗിറ്റ് ആഡ് test2.txt. നമ്മൾ ഓട്ടോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സംഭവം അടിച്ചാൽ മതി. ഓക്കെ, കിട്ടും. അപ്പോൾ എൻ്റർ അടിക്കുക. അപ്പോൾ ഗിറ്റ് ആഡ് ചെയ്തു. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് വീണ്ടും നമ്മൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ്. ഇപ്പോൾ കണ്ട് ന്യൂ ഫയൽ ആഡ്, ഒരു ന്യൂ ഫയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ മനസ്സിലാക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യുന്ന അതേ കാര്യങ്ങൾ, എൻ്റെ ലാപ്ടോപ്പിലുള്ള അതേ സീരീസിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കമാൻഡ്സും നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗിറ്റ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ഗിറ്റ് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗിറ്റ് കമ്മിറ്റ് ചെയ്യാൻ നോക്കുകയാണ്. കമ്മിറ്റ് -m ഫസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുകയാണ്, ഫ്രം മൊബൈൽ ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ കോൺഫിഗർ ചെയ്തിട്ടില്ല, നമ്മൾ ഗിറ്റ് കോൺഫിഗർ ഇവിടെ ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഗിറ്റ് ഇൻസ്റ്റാളേഷൻ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ, ഗിറ്റ് കോൺഫിഗർ ചെയ്തില്ല. ഓക്കെ, അതാണ് ഇവിടെ എറർ വന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, ഗിറ്റ് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ ഗിറ്റ് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ഗ്ലോബലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാതിരിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഗ്ലോബലായിട്ട് തന്നെ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഗിറ്റ് കോൺഫിഗ് --ഗ്ലോബൽ user.name എന്നിട്ട് ഞാൻ എൻ്റെ പേര് അടിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ നെയിം ആഡ് ചെയ്തു. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ യൂസർ നെയിമാണ്, ഓൾറെഡി ഗിറ്റബിലുള്ള യൂസർ നെയിമാണല്ലോ കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി ഗിറ്റ് കോൺഫിഗ് --ഗ്ലോബൽ കൊടുക്കുന്നത് നമ്മൾ ഗ്ലോബലായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലോബൽ ഓക്കെ user.email കൊടുക്കുന്നത് ഞാൻ എൻ്റെ കറസ്പോണ്ടിങ്, അപ്പോൾ ഞാൻ ഇമെയിൽ കൊടുക്കുകയാണ്, ആഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗിറ്റ് സ്റ്റാറ്റസ് ഒക്കെ ഇപ്പോൾ പുതിയ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കറക്റ്റാണ്. ഇനി നമ്മൾ എന്തെന്ന് വെച്ചാൽ ഗിറ്റ് കമ്മിറ്റ് ചെയ്യാൻ പോകട്ടെ. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് -m. അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള കമ്മിറ്റ്സ് ഏതൊക്കെ നോക്കാം. അപ്പോൾ ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ള കമ്മിറ്റ്സ് കാണാൻ പറ്റും. ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി 3 കമ്മിറ്റ്സ് നമുക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ അതിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി എത്ര കമ്മിറ്റ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഒരു 4 കമ്മിറ്റ്സ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള റിപ്പോസിറ്ററി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇനി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് -m ഫ്രം മൊബൈൽ
2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗിറ്റ് കമ്മിറ്റ് -m എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു കമ്മിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അപ്പോൾ ഗിറ്റ് ലോഗ് അടിച്ചു. ഓക്കെ, ഗിറ്റ് ലോഗ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്ന കമ്മിറ്റ് ഇവിടെ കാണാൻ പറ്റില്ലേ. ഫ്രം മൊബൈൽ 2 എന്ന് പറഞ്ഞിട്ടൊരു ഗിറ്റ് കമ്മിറ്റ് ഇവിടെ കാണാൻ പറ്റും. ഫ്രം മൊബൈൽ 2 എന്ന് പറഞ്ഞിട്ട് ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ടോ, ഗിറ്റ് കമ്മിറ്റ് നമ്മൾ ചെയ്ത് കാണാൻ പറ്റുന്നുണ്ട് ഫ്രം മൊബൈൽ 2. അപ്പോൾ ഇത്രയും നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ക്ലിയർ അടിച്ച്, ഓക്കെ ക്ലിയർ അടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഗിറ്റ് പുഷ് ചെയ്യണം അല്ലേ. ഓക്കെ, ഗിറ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഗിറ്റബിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഗിറ്റ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് ഗിറ്റ് പുഷ് ഒറിജിൻ, ഗിറ്റ് പുഷ് ഒറിജിൻ മെയിൻ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂസർ നെയിം ചോദിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂസർ നെയിം എൻ്റെ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കറൻ്റ്ലി പാസ്വേഡ് ഇപ്പോൾ ഗിറ്റിൽ കൊടുക്കാൻ പറ്റില്ല, കാരണം പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളൊരു ആക്സസ് ഒരു കോഡ്, അതായത് ഒരു ആക്സസ് ആയിട്ടുള്ള ടോക്കൺ ജനറേറ്റ് ചെയ്ത് വേണം പാസ്വേഡ് കൊടുക്കാൻ. നിങ്ങളുടെ കറൻറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ എറർ കാണിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എറർ കാണിക്കും. അപ്പോൾ ഞാൻ ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നില്ല കേട്ടോ. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ ടൈപ്പ് ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ഇവിടെ ടൈപ്പിംഗ് കാണുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആക്സസ് കോഡ് ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പുഷ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പാസ്വേഡ് ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ പാസ്വേഡ് മീൻസ് നമ്മുടെ ഇത് കോപ്പി ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക, അതിനുശേഷം എൻ്റർ അടിക്കുക. അപ്പോൾ കണ്ടോ, ജസ്റ്റ് കണ്ടോ നമ്മുടെ ഇത് പുഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കണ്ടോ, നമുക്ക് ലാപ്ടോപ്പിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലാപ്ടോപ്പിൽ എങ്ങനെയാണോ പുഷ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിലും പുഷ് ചെയ്യാൻ പറ്റും. കണ്ടോ, ജസ്റ്റ് പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എനിക്ക് ഗിറ്റബിൽ ഞാൻ ലോഗിൻ ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിറ്റബിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഞാൻ പുഷ് ചെയ്തിട്ടുണ്ടെന്ന രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗിറ്റ് സ്റ്റാറ്റസ് അടിക്കുക. അപ്പോൾ ഗിറ്റ് സ്റ്റാറ്റസ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, നിങ്ങളുടെ ബ്രാഞ്ച് ഒറിജിൻ മെയിനുമായിട്ട് ഈവൺ ആണ്, അതായത് അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഓൾറെഡി ഗിറ്റബിൽ ഇതിൻ്റെ ഡാറ്റ നമ്മൾ ഓൾറെഡി എത്തിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ നിന്ന് ഗിറ്റ് പുഷ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വേറൊരു ടോപ്പിക്കായിട്ട്, അതായത് ഇതിൻ്റെ വേറൊരു വേർഷനായിട്ട് വരും. നമ്മൾ എങ്ങനെയാണ് ഫയൽസ് എഡിറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് അഡീഷണലായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഫയൽസുമായിട്ട് എങ്ങനെയാണ് നമുക്ക് ആക്സസ് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ.